നിവിൻ പോളിക്കെതിരായ പീഡന പരാതിക്കെതിരെ തെളിവുമായി നടി പാർവതി ആർ കൃഷ്ണൻ. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സെറ്റിൽ താനും ഉണ്ടായിരുന്നുവെന്ന് പാർവതി പറയുന്നു. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് ഡിസംബർ 14 എടുത്ത വീഡിയോയാണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതിൻ്റെ ഷൂട്ടായിരുന്നുവെന്ന്. വിനീതേട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 14 നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ഞാനത് ചെയ്തത്. പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞത്. പാർവതിയുടെ വാക്കുകൾ. നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പറയുകയുണ്ടായി. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. അന്ന് പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്നും വിനീത് പറയുന്നു. സംവിധായകൻ PR അരുൺ, നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം തുടങ്ങിയവരും സംഭവത്തിൽ നിവിനെ പിന്തുണയ്ക്കുകയുണ്ടായി. പരാതിക്കാരി ലൈംഗിക പീഡനം ആരോപിച്ച ദിവസങ്ങളിൽ നിവിൻ പോളി ഫാർമ വെബ് സീരീസിന്റെ സെറ്റിലായിരുന്നുവെന്ന് PR അരുൺ പറഞ്ഞു. 2023 ഡിസംബർ 15, 16 ദിവസങ്ങളിലാണ് നിവിൻ പോളി തന്നെ ഉപദ്രവിച്ചതെന്നായിരുന്നു പരാതിക്കാരി ആരോപിച്ചത്. എന്നാൽ ഡിസംബർ 15, 16 ദിവസങ്ങളിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ വെബ് സീരീസിന്റെ സെറ്റിലായിരുന്നു നിവിൻ പോളി. നിവിൻ പോളിയും ധാരാളം ജൂനിയർ ആർട്ടിസ്റ്റുകളുമുള്ള സെറ്റാണത്. ഔട്ട്ഡോർ ഷൂട്ടിംഗ് സെറ്റല്ലേ, ഒരു ഇവന്റ് പോലെയായിരുന്നു ഷൂട്ടിംഗ്. ഡിസംബർ 15ഉം 16ഉം നിവിൻ ഉണ്ടായിരുന്നു. ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഭാഗമായി ന്യൂക്ലിയസ് മാളിലും ക്രൗൺ പ്ലാസയിലുമുള്ള ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ പോളി. 14-ാം തീയതിയിലെ ഷൂട്ട് രാത്രി വൈകിയും തുടർന്നതിനാൽ അന്നേ ദിവസം ക്രൗൺ പ്ലാസയിൽ താമസിച്ചു. അടുത്ത ദിവസം അവിടെ നിന്ന് നേരെ ആലുവയിലെ ഫാർമ വെബ് സീരീസിന്റെ സെറ്റിലേക്ക് നിവിൻ പോളി പോവുകയായിരുന്നുവെന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം. സിനിമാ മേഖലയിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.